ഹലോ സുഹൃത്തുക്കളെ, ഹിന്ദി സീഖോ എന്ന ചാനലിൻ്റെ ജനറൽ കോൺവെർസേഷണൽ ഹിന്ദി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജനറൽ കോൺവെർസേഷണൽ ഹിന്ദി വീഡിയോ നോക്കിയിട്ട് കുറേ നാളുകളായെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ ജനറൽ കോൺവെർസേഷണൽ ഹിന്ദി വീഡിയോയിൽ നമ്മൾ ദിവസവും പറയുന്ന കുറച്ചു വാക്യങ്ങളെ ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്നും ഒരു പഴക്കടയിൽ എങ്ങനെ ആശയവിനിമയം നടത്താം എന്നും നോക്കി. ഈ വീഡിയോയിൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ചില ചെറിയ വാക്കുകൾക്ക് ഹിന്ദിയിൽ എന്താണ് പറയേണ്ടത് എന്ന് നോക്കാം. സാധാരണ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ വളരെയധികം താല്പര്യം കാണിക്കുന്നു. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് അത്ര തന്നെ മുഖ്യത്വം നൽകാറില്ല. ഇതൊരു ചെറിയ കാര്യമാണല്ലോ, ഇതിന് ഇത്രയേറെ പഠിക്കാനുണ്ടോ എന്ന് കരുതി നമ്മൾ അത് അവഗണിക്കുകയും ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ദിവസേന വേണ്ട ചില ചെറിയ വാക്കുകൾക്ക് ഹിന്ദിയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആദ്യം അടുക്കളയിൽ നിന്നും നമ്മുടെ യാത്ര ആരംഭിക്കാം. എന്താ, റെഡിയല്ലേ? ഈ വീഡിയോവിനെ ഒരു അടുക്കള സഹായിയാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് തയ്യാറാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ അടുക്കളയ്ക്ക് ഹിന്ദിയിൽ എന്താണ് പറയുക എന്ന് നോക്കാം. അടുക്കളയ്ക്ക് ഹിന്ദിയിൽ രസോയി ഘർ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അടുക്കളയിൽ പോയി രാവിലത്തേക്കുള്ള ഭക്ഷണമോ ഉച്ചത്തേക്കുള്ള ഊണോ തയ്യാറാക്കുന്നുവെന്നിരിക്കട്ടെ. ഏതുതരം വിഭവമായാലും നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? കടുക് ഇത്യാദി സാധനങ്ങളെ എണ്ണയിൽ വറുത്തെടുക്കുക എന്നതാണ് അല്ലേ? അപ്പോൾ കടുക് ഇത്യാദി സാധനങ്ങൾക്ക് ഹിന്ദിയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം തന്നെ കടുക് ഇത്യാദി സാധനങ്ങളെ വറുത്തെടുക്കാൻ ഉപയോഗിക്കുന്ന വറചട്ടിക്ക് ഹിന്ദിയിൽ എന്താണ് പറയുക എന്ന് നോക്കാം. വറചട്ടിക്ക് ഹിന്ദിയിൽ കടാഹി അല്ലെങ്കിൽ കടായി എന്നാണ് പറയേണ്ടത്. എണ്ണയ്ക്ക് ഹിന്ദിയിൽ തേൽ എന്നാണ് പറയുക. വറുക്കുക എന്ന പ്രക്രിയയ്ക്ക് ഭൂന്ന അല്ലെങ്കിൽ തൽന എന്ന് പറയണം. കടുകിന് സർസോ എന്നാണ് പറയേണ്ടത്. ഉഴുന്നു പരിപ്പിന് ഉറദ് ദാൽ അല്ലെങ്കിൽ ഉഡദ് ദാൽ എന്നാണ് പറയേണ്ടത്. തുവരപ്പരിപ്പിന് തുവർ ദാൽ അല്ലെങ്കിൽ അർഹർ കി ദാൽ എന്നാണ് പറയേണ്ടത്. ഇഞ്ചിക്ക് അദ്രക് എന്ന് പറയണം. വെളുത്തുള്ളിക്ക് ലഹസുൻ എന്നും പറയണം. ഹിന്ദിയിൽ കായത്തിന് ഹീങ് എന്നാണ് പറയേണ്ടത്. ചുവന്ന മുളകിന് ലാൽ മിർച്ച് എന്ന് പറയണം. പച്ചമുളകിന് ഹരി മിർച്ച് എന്നും പറയണം. ഉപ്പിന് നമക് എന്നാണ് പറയേണ്ടത്. ഉലുവയ്ക്ക് മേഥി ദാന, സാബുത് മേഥി അല്ലെങ്കിൽ മേഥി കെ ബീജ് എന്ന് പറയണം. മല്ലിക്ക് സാബുത് ധനിയ അല്ലെങ്കിൽ ധനിയ കെ ബീജ് എന്ന് പറയണം. മല്ലിയിലയ്ക്ക് ധനിയ കെ പത്തേ അല്ലെങ്കിൽ ധനിയെ കെ പത്തേ എന്നാണ് പറയേണ്ടത്. കറിവേപ്പിലയ്ക്ക് കരി പത്തേ അല്ലെങ്കിൽ കടി പത്തേ എന്നാണ് പറയേണ്ടത്. ജീരകത്തിന് ജീര എന്ന് പറയണം. പിന്നെ കുരുമുളകിന് കാലി മിർച്ച് എന്നാണ് പറയേണ്ടത്. കറിവേപ്പിലയും മല്ലിയിലയും മറ്റും നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളെ അലങ്കരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ? അങ്ങനെ അലങ്കരിക്കുന്നതിന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അലങ്കരിക്കുവാൻ അല്ലെങ്കിൽ അലങ്കരിക്കുക എന്ന പ്രക്രിയയ്ക്ക് ഹിന്ദിയിൽ സജാവട്ട് എന്നാണ് പറയേണ്ടത്. ഇതുവരെ നമ്മൾ ദിവസേന അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചില പദാർത്ഥങ്ങൾക്ക് ഹിന്ദിയിൽ എന്താണ് പറയേണ്ടത് എന്ന് നോക്കി. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ അടുക്കളയിൽ ദിവസേന ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾക്ക് ഹിന്ദിയിൽ എന്താണ് പറയുക എന്ന് നോക്കി. ഒരു ക്രിയേറ്ററുടെ ശക്തി എന്ന് പറയുന്നത് ഒരു വ്യൂവർ തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ യാത്രയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. അതുമാത്രം പോരാ, ഇതിൽ വരുന്ന വീഡിയോസ് എല്ലാം കാണുകയും ലൈക്കും ഷെയറും ചെയ്യുകയും വേണം കേട്ടോ. അതുമാത്രമല്ല, എപ്പോഴും പറയുന്നത് പോലെ പ്രയോജനമുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ പ്രചോദനമേകുന്ന നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്സും മറക്കാതെ നൽകണേ.
എൻ്റെ വീഡിയോസിനെയും ചാനലിനെയും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും കൂടി കാണാൻ പറ്റും. അവിടെയും ഇതൊന്ന് ലൈക്കും ഫോളോയും ചെയ്തേക്കണേ. അപ്പോൾ സുഹൃത്തുക്കളെ, അടുക്കള സഹായിയുടെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കൂ. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ഹിന്ദി സീഖോ എന്ന ചാനലിൻ്റെ അടുക്കള സഹായി എന്ന വീഡിയോയുടെ പാർട്ട് 1 നിന്നും സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സീതാ സുന്ദർ.